പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം എൻ്റെ 33-ാമത്തെ വാക്യം. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തിരുവെഴുത്താണ് നാം വായിച്ച്. അനവധി ദൈവിക സന്ദേശങ്ങൾ ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിങ്ങൾ കേൾക്കുകയും ഹല്ലേലൂയ നാം മെസ്സേജുകളൊക്കെ പറയുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ വീണ്ടും ഈ ദൈവം നമ്മൾ ഇന്ന് പകൽ ആവർത്തിച്ച് വായിച്ച് നാം ചില സമയം ദൈവത്തിലായിരിക്കുമ്പോൾ ഒരു ദൈവം ഇന്ന് പകരം നമ്മോട് ഇടപെടും. ദൈവം നമ്മോട് സംസാരിക്കും. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമ്മുടെ മേൽ കൃപ പകരും. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഹല്ലേലൂയ. ദൈവത്തിന് ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു സന്ദേശം ഒരിക്കലും ഞാൻ നിങ്ങൾ മറക്കാൻ പാടില്ല. ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട് എന്നുള്ള ആ ദൈവവചനത്തെ ഒരിക്കലും മറക്കാതെ ജീവിതത്തിൽ എപ്പോഴും നാം ആ വചനത്തെ ചേർത്ത് പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ വചനത്തെ ചേർത്ത് പിടിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ ഭൂമിയിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. രക്തം ചെയ്യാൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് തന്നെ നാം ദൈവവചനത്തിനകത്ത് നമ്മുടെ വിശ്വാസം അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിലും ഇവിടുത്തെ സമൃദ്ധിയിലും ഇവിടുത്തെ ആനന്ദത്തിലുമൊക്കെ സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. മനുഷ്യൻ കഷ്ടതയിലൂടെ ജീവിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കഷ്ടത എന്ന പദം മനുഷ്യനെ പലപ്പോഴും ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ പ്രിയൊരു കഷ്ടതയില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടുത്തെ എത്ര സുഖലോലുപമായ ജീവിതം നയിച്ചാലും, എത്രമാത്രം ആഡംബരങ്ങൾ ജീവിതം നിങ്ങൾ നയിച്ചാലും, ഇവിടുത്തെ സമൃദ്ധിയും സന്തോഷവും എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും ജീവിതത്തിൽ കഷ്ടതയില്ലാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കഷ്ടതയുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകരം എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും കഷ്ടപ്പാടുകളും കടന്നു വരുമ്പോൾ നിങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെട്ടും ഭയന്നും പോകാതെ അതിന് തന്നെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയണം. എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മളിവിടെ അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ മറന്നു പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം, ഈ ലോകത്തിൽ നമ്മൾ അധിവസിക്കുന്നിടത്തോളം കാലം നമുക്ക് കഷ്ടപ്പാടുകളുണ്ട്, കഷ്ടതകളുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അല്ലെങ്കിൽ അതിപ്പോൾ എവിടെ നിന്നാലും ഉണ്ടാകും, എവിടെ നിന്നാലും. കാരണം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്. ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കാത്തിടത്തോളം കാലം ഈ ജഡത്തിൽ കഷ്ടതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ മാത്രം നാം പ്രതീക്ഷിച്ച് ഭൂമി ജീവിക്കരുത്. അനുഗ്രഹം മാത്രം, സന്തോഷം മാത്രം മതി, അനുഗ്രഹം മാത്രം മതി, സമൃദ്ധി മാത്രം മതി, ഇവിടുത്തെ ആഡംബരം മാത്രം മതി, ഇവിടുത്തെ സുഖലോലുപ ജീവിതം മതി എന്നൊക്കെ ഓർത്ത് ജീവിതം മുമ്പോട്ട് നയിക്കുന്ന സ്നേഹിതരെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, താഴ്ച വരുമ്പോൾ അതും കൂടെ നിങ്ങൾ സഹിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പം മനുഷ്യൻ്റെ ചിന്താഗതികളൊക്കെ ഉയരങ്ങളിലാണ്. നല്ല കാര്യമാണ്, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഉയരങ്ങളിലാണ് നമ്മുടെ ചിന്താഗതിയെങ്കിലും കഷ്ടതയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. കഷ്ടതയെക്കുറിച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ പ്രിയരെ നമ്മുടെ ജീവിതം നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയത്തുള്ളൂ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്കറിയാം, മനുഷ്യൻ്റെ എത്ര സുഖലോലുപതയിലും എത്ര സമൃദ്ധിയിലും സന്തോഷത്തിലും ആഡംബരത്തിലും ജീവിച്ചവരാണ് മനുഷ്യൻ. ഹല്ലേലൂയ. എന്നാൽ 2018 കാലയളവ് തൊട്ട് ചെറിയ പ്രളയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പടുത്തുയർത്തിയ സകല സൗധങ്ങൾക്കകത്തൊന്നും മനുഷ്യൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ഒരു മഹാവ്യാധി എന്ന് പറയുന്ന കൊറോണ നമ്മുടെ ലോകത്തെ പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ ലോകത്തിൽ വ്യാപിച്ചപ്പോൾ സ്വന്തം ഭവനങ്ങൾ വിട്ട് നാം ഒറ്റയ്ക്ക് ഓരോ മുറിക്കകത്ത് ഒഴിഞ്ഞു ഓരോ മുറിക്കകത്ത് നമ്മൾ കഴിഞ്ഞുകൂടേണ്ടി വന്നു. ഹല്ലേലൂയ. വന്നു.
അല്ലെങ്കിൽ കാരണം ഒരു കൊറോണ ഒരു മഹാവ്യാധി വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്ത് ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലുകാർ കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മൂലയിൽ അല്ലെങ്കിൽ നാം കഴിയേണ്ടി വന്ന സംഭവങ്ങളും നാം മറന്നു പോകരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ജീവിത യാത്രയിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ അതിന് മുമ്പിൽ നിങ്ങൾ പിറുപിറുക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ നിങ്ങൾ ദൈവത്തിലേക്ക് വരണമെന്നാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നത്. അതുപോലെ ഈ കാണുന്ന കാലഘട്ടം നമുക്കറിയാം, ഇപ്പം നാം അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ജലപ്രളയമാണ്. മഹാവ്യാധി കഴിഞ്ഞപ്പം ജലപ്രളയമാണ്. എന്തെല്ലാം നാശനഷ്ടങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി നാം പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. നാം ഇന്നും പ്രാർത്ഥനയുടെ കേരളത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കേരളത്തിലെ ജനത്തിന് സമാധാനം കണ്ടെത്തുക, കേരളത്തിലെ ജനത്തിന് ആശ്വാസം കണ്ടെത്തുക. ആയിരക്കണക്കിന് ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സമാധാനമില്ലാതെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ കഷ്ടതയുടെ നടിയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ എൻ്റെയും നിങ്ങളെയും പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ. അപ്പം പ്രിയരെ, സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ നാം എത്തുവാൻ നാം ചില ശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരും. പലവിധമായ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുമ്പോൾ ഹല്ലേലൂയ, മനുഷ്യൻ്റെ ജീവിതം തകരുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. പലവിധമായ പ്രതികൂലങ്ങൾ നാം നനയാത്ത നാഴിൽ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ കടന്നു വരുമ്പോഴും നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളതിന് മുമ്പിൽ പിറുപിറുപ്പുകാരായി മാറരുത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഒരു വിവിധമായ പരീക്ഷകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ കടന്നു വരും. അതിൻ്റെ നടുവിൽ ദൈവം നമ്മെ ഉറപ്പിക്കുന്നു. അല്ലെങ്കിൽ പരീക്ഷയെ അതിജീവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് സ്തോത്രം. അല്ലെങ്കിൽ യാക്കോബിൻ്റെ ലേഖനമൊക്കെ നാം വായിക്കുമ്പോൾ 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്ന. അപ്പം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ജീവകിരീടം പ്രാപിക്കുന്നു. അതേപോലെ ഒരു പരീക്ഷ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിലൂടെ നാം യാത്ര ചെയ്ത് നാം ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ കഴിയണം. കാരണം പരീക്ഷയിലൂടെയാണ് നമ്മുടെ വിജയം കണ്ടെത്തുന്നത്. നമുക്ക് കുട്ടികളൊക്കെ നമ്മൾക്ക് പരീക്ഷ കാലങ്ങൾ സ്കൂളിൽ പഠിച്ച് വന്നവരാണ്. 1-ാം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോൾ അവിടെയെല്ലാം പരീക്ഷകൾ എഴുതിയാണ് ഉയരങ്ങളിലേക്ക് വരുന്നത്, വലിയ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ പരീക്ഷയിലൂടെ അവരുടെ ഭാഗ്യാവസ്ഥ കാണുന്നില്ല, ഭാഗ്യം കാണുന്നുള്ളൂ, അവരുടെ ജയം കാണുന്നത് പോലെ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമുക്ക് ചില പ്രതിസന്ധികൾ വരുന്നുണ്ടെങ്കിൽ, ചില പ്രതികൂലങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, അത് നമ്മെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, അത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് യാക്കോബ് തന്നെ പറഞ്ഞ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അല്ലെങ്കിൽ അവൻ കൊള്ളാകുന്നതിനെ തികഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി ചിലത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി നിങ്ങളുടെ ആത്മദൃഷ്ടി പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പരീക്ഷയിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പം എനിക്ക് പരീക്ഷ വേണ്ട, എനിക്ക് പരീക്ഷയിലൂടെ കടന്നു പോകണ്ട, എനിക്ക് കഷ്ടത വേണ്ട, കഷ്ടപ്പാട് വേണ്ട, എനിക്ക് ദുരിതങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുവാൻ ഉലകത്തിലൊരു മനുഷ്യനോട് കഴിയത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു തന്നെ നമ്മളോട് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഹല്ലേലൂയ, എങ്കിലും ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്കിത്ര ഉറപ്പുള്ള വചനം തന്നിരിക്കുന്നത്. അതേപോലെ വേദപുസ്തകത്തിനകത്ത് ഉറപ്പുള്ള വചനം ലഭിക്കുമ്പോൾ ഹല്ലേലൂയ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയസിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പോടുകൂടി ദൈവവചനം ഏറ്റെടുക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ്, ദൈവവചനത്തിൽ നിങ്ങൾ ഹല്ലേലൂയ ഇടം കൊടുക്കുമ്പോഴാണ്, ഹൃദയത്തിൽ ഇടം കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ്? കഷ്ടതയിലൂടെ അല്ലെങ്കിൽ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരുക്കിയെടുക്കുകയാണ്. കഷ്ടതയിലൂടെ ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് തന്നെ പ്രിയരെ, ഒരു പാഠം ഹല്ലേലൂയ, നമുക്കൊരു പാഠം ഹല്ലേലൂയ വിതച്ച് ഹല്ലേലൂയ അതിനകത്ത് ഫലം കൊയ്തെടുക്കണമെങ്കിൽ ഹല്ലേലൂയ ആ പാഠത്തിനകത്ത് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒരു ഒരുക്കത്തിൻ്റെ ആവശ്യമുണ്ട്.
നമുക്ക് ഈ മുമ്പ് വർഷങ്ങളിൽ വിതച്ച ആ പാടത്തിനകത്ത് അത് കൊയ്തിന് ശേഷം അതിൻ്റെ കുറ്റിയെല്ലാം കൂടെ നിൽക്കുമ്പോൾ അതിനകത്ത് കൊണ്ട് വിത്ത് വിതച്ചാൽ അതിനകത്ത് ഒരിക്കലും നല്ല വിളവെടുക്കാൻ പറ്റത്തില്ല. അത് ട്രാക്ടർ കൊണ്ടൊന്ന് ഉഴുത് അതിനകത്തെ കട്ടയെല്ലാം തല്ലി ഉടച്ച് അത് നല്ല പാനിയാക്കി അതിനകത്ത് വിത്ത് വിതയ്ക്കുമ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ പിന്നീട് അതിനകത്ത് നല്ല ഫലമെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ പാടത്തിനകത്ത് ചില ഉഴുതുമറിക്കലുകൾ നടക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്തും ചില ചെത്തലുകൾ കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിലാണ് പ്രിയരെ ഒരു ഫലത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ സ്തോത്രം ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അല്ലേ? അപ്പം ചെത്തി വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ ചില വേദനകളൊക്കെ ഉണ്ട്. അല്ലേ? ചെത്തി വെടിപ്പ് എന്തിനാണ് നമ്മൾ ചെത്തി വെടിപ്പാക്കുന്നത്? അധികം ഫലം കായ്ക്കാൻ വേണ്ടി. സ്തോത്രം ഹല്ലേലൂയ. അധികം ഫലം കായ്ക്കാൻ വേണ്ടി. അല്ലേ? അതുകൊണ്ട് പറയും നാം ചില കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നാം ദൈവസനിലേക്ക് വീണ്ടും അടുക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മെ ചെത്തി വെടിപ്പാക്കുമ്പോൾ ഹല്ലേലൂയ നാം ദൈവവചനത്തോട് ചേർന്ന് ജീവിപ്പാൻ കഴിയണം. അടുത്തൊരു കാര്യം നമ്മൾ പറയുമ്പോൾ, ഒന്ന് നമ്മളെന്താണ് കഷ്ടത്തിലൂടെ കടന്നുപോലെ ജീവകിരീടം പ്രാപിക്കുന്നത്. രണ്ടാം നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നത് എന്തിനാണ്? നമ്മൾ അധിക ഫലം കായ്ക്കാൻ വേണ്ടി. മൂന്നാമത്തെ കാര്യം എന്തൊക്കെ പറയുന്നത് പ്രിയ കഷ്ടത എന്ന് പറയുന്നത് ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കഷ്ടതയുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ദൈവഹിതം തിരിച്ചറിയണം. കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ദൈവസനി പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ദൈവഹിതം നിങ്ങൾ അന്വേഷിക്കുന്നവരായി മാറും. അപ്പം കഷ്ടത എന്താണ്? ദൈവഹിതം തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ദൈവഹിതം തിരിച്ചറിയണം. പലപ്പോഴും നമുക്ക് ദൈവഹിതം തിരിച്ചറിയാൻ വഴിയാതാണ് പലരും യാത്ര ചെയ്യുന്നത്. ആ യാത്രയെ മധ്യയാണ് ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ചില കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരും. അതിൻ്റെ മറ്റൊരു ഭാഗം പറയുമ്പോൾ ദൈവത്തെ തിരിച്ചറിയുക. അപ്പോൾ തന്നെ ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒന്നൊന്ന് ദൈവഹിതം തിരിച്ചറിയുവാൻ, മറ്റൊരു ഭാഗമെന്ന് നമ്മൾ ചിന്തിക്കുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ. അല്ലെങ്കിൽ ഒരു ദൈവശബ്ദം കേൾക്കുവാൻ ഇന്ന് മനുഷ്യന് ആഗ്രഹമില്ല. ഈ ലോകത്തിൻ്റെ ശബ്ദകോലാഹലങ്ങളെല്ലാം കാതുകളിൽ മുഴങ്ങി, ഈ ലോകത്തിൻ്റെ ശബ്ദകോലാഹലങ്ങളെല്ലാം ഭവനത്തിനകത്ത് മുഴങ്ങി. അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാൻ മനുഷ്യന് സമയമില്ലാതെ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ രക്തം ചെയ്യും ഏത് ഭവനത്തിനകത്തും 24 മണിക്കൂറും അല്ലെങ്കിൽ ശബ്ദിച്ചുകൊണ്ട് TV 24 മണിക്കൂർ മൊബൈലിൻ്റെ ശബ്ദങ്ങളും 24 മണിക്കൂറും മറ്റ് നമ്മെ അസ്വസ്ഥമാക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു വല്ലാത്ത അസ്വസ്ഥത നിറയപ്പെടുന്നൊരു കാലഘട്ടമാണ്. അതകത്തും പുറത്തും അല്ല ഒരുപോലെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിതത്തെ ചില കഷ്ടതകൾ കടന്നു വരുന്നത് ദൈവഹിതം തിരിച്ചറിയുവാനും ദൈവശബ്ദം കേൾക്കുവാനുമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, താങ്കൾ ചില കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ, താങ്കൾ കടന്നു പോകുന്ന കഷ്ടതയിൽ ആ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ ദൈവഹിതം തിരിച്ചറിയുവാൻ കഴിയും. ദൈവിക ശബ്ദം കേൾക്കുവാൻ കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ ഹൃദയം ഒരുക്കിയെടുക്കുവാൻ, നിങ്ങളെ ഒരുക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനും ചില കഷ്ടതകൾ കടന്നു വരാം. ഹല്ലേലൂയ. മറ്റെന്ന് പറയുമ്പോൾ നമുക്ക് കഷ്ടത വരുന്നത് എന്തിനാണ്? നാം പ്രാർത്ഥനയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥനയിൽ നമ്മെ ഒരുക്കിയെടുക്കാൻ വേണ്ടി. പ്രൈസലോട്. ഇതൊരു പ്രാർത്ഥനയിൽ ഒരുക്കിയെടുക്കാൻ വേണ്ടി ചില കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ പതറിപ്പോകരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ഹല്ലേലൂയ. അപ്പം എന്താണ്? ഈ ലോകത്തിൽ നമ്മൾ അനുരൂപപ്പെട്ടു പോകരുത്. ഈ ലോകത്തിന് അനുരൂപരായി മാറാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടി നമ്മെ പ്രാർത്ഥനയിലേക്ക് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കും. പ്രൈസലോടല്ലേ. നമുക്കറിയാം കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ പിതാക്കന്മാരൊക്കെ കടന്നു വന്ന പാതകൾ നോക്കിയാൽ ഒരുപാട് കഷ്ടതയെ ഒരുപാട് കഷ്ടതയിലൂടെ നടന്നു വന്നവരാണ്. ഒരുപാട് കഷ്ടത അനുഭവിച്ചവരാണ്. അവരൊക്കെ ദൈവത്തിന് പിറുപിറുക്കാതെ ദൈവത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രൈസലോട്. അതുകൊണ്ട് ആ കഷ്ടത എന്നൊക്കെ പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ നമ്മെ ദൈവം ഒരുക്കുക.
നമുക്ക് നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ ഇയ്യോബ് എന്ന് പറഞ്ഞ മനുഷ്യൻ നമുക്കറിയാം. ഇയ്യോബ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഏത് പ്രസംഗ വിഷയത്തിലുള്ളതാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ വന്നു, കഷ്ടപ്പാടുകൾ വന്നു. ആമീൻ. തന്നെ അലട്ടുന്നതായ പ്രശ്നങ്ങളും തൻ്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു, ആടുമാട് സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു, താൻ വ്രണം പിടിച്ചു. ഹല്ലേലൂയ. തൻ്റെ ഭാര്യ പറഞ്ഞു, നീ ഹല്ലേലൂയ, ആമീൻ, ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞു, നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞു പോയി മരിക്കുക. ഹല്ലേലൂയ. അപ്പോഴും ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ എന്ത് ചെയ്തു? ദൈവത്തിനെ പിറുപിറുക്കാതെ ഹല്ലേലൂയ, ഇയ്യോബ് തൻ്റെ ഭാര്യയോട് നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്. എന്നിട്ടും താൻ ദൈവഹിത ആമി തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥനയിൽ തന്നെ ഒരുക്കുകയാണ് ഇയ്യോബ്. ഹല്ലേലൂയ. തൻ്റെ ശരീരം മുഴുവൻ വ്രണം പിടിച്ച് ഹല്ലേലൂയ, ആമി വേദന കൊണ്ട് പൊളയുമ്പോഴും ഹല്ലേലൂയ, വേദന കൊണ്ട് ആമി കഷ്ടം സഹിക്കുമ്പോഴും ദൈവത്തിനെതിരെ ഒരു വാക്കുപോലും പറയാതെ, ദൈവത്തിനെ പിറുപിറുക്കാതെ, അതിൻ്റെ എല്ലാം നടുവിൽ ഭക്തൻ പ്രത്യാശയുടെ വാക്കുകളാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ദൈവം തന്നു, ദൈവം എടുത്തു. ഹല്ലേലൂയ. ഞാൻ നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. അതേപോലെ ഏത് ജീവിത സാഹചര്യം നിങ്ങൾ നേരിടേണ്ടി വന്നാലും, ഏത് കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് നാം കടന്നു പോകുന്ന ഈ ലോക സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുരന്തങ്ങളും ഹല്ലേലൂയ, പ്രകൃതി ക്ഷോഭങ്ങളും ഹല്ലേലൂയ, ആമി മഹാവ്യാധിയൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന് മരണത്തിൻ്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുമ്പോൾ, ഒന്നുമില്ലാത്ത അനുഭവം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്നതുപോലെ വരുമ്പോൾ ഹല്ലേലൂയ, അവിടെ ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തോട് മത്സരിക്കാതെ, സ്തോത്രം, ദൈവത്തിന് താഴ്ത്തി നിന്ന് കൊടുക്കുന്നെങ്കിൽ, ആ ദൈവഹിതം തിരിച്ചറിയുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ പ്രാർത്ഥനയിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, യോബിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറ്റിയെടുത്തതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറ്റിത്തരാൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങളൊക്കെ തട്ടിയൊന്ന് ദൈവത്തെ സ്തുതിച്ചിട്ടല്ലേരിയ. അതേപോലെ ദുരന്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്, പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ട്. നാം ഇന്ന് കണ്ടതുപോലെയൊന്നും അല്ല നാളത്തെ അനുഭവങ്ങൾ. ഇന്ന് കണ്ടതിനേക്കാൾ വലിയ ദുരന്തങ്ങളാണ് വരാൻ പോകുന്നത്, വലിയ പ്രതിസന്ധികളാണ് വരാൻ പോകുന്നു, വലിയ പ്രളയങ്ങളാണ് വരാൻ പോകുന്നു, വലിയ മഹാമാരികളാണ് വരാൻ പോകുന്നു, വലിയ വ്യാധികളാണ് വരാൻ പോകുന്നത്. അതിൻ്റെ നടുവിൽ പ്രിയരെ നിങ്ങൾ തകർന്നു പോകരുത്. സ്തോത്രം. അതിനു മുമ്പ് നിങ്ങൾ മടുത്തു പോകരുത്. ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തനെ പോലെ ദൈവത്തിന് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഏക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടത കൊണ്ട് നിറഞ്ഞതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൊണ്ട് നിറഞ്ഞാൽ അതിലാണ് അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കുടില് തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്നവർക്ക് കഷ്ടതയുണ്ടെന്ന്. ഹല്ലേലൂയ. ആമി സ്തോത്രം. അല്ലെങ്കിൽ ആമി എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് വന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നു, ഞാൻ ആലയത്തിൽ പോകുന്നു, എനിക്ക് മാത്രം ഇങ്ങനെ കഷ്ടത വന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മാത്രമായിട്ടൊരു കഷ്ടതയില്ല. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്ക് മാത്രമായിട്ട് കഷ്ടത നിന്ന് കഷ്ടതയിലൂടെ നിങ്ങളെ തകർത്തുകളെ ദൈവം ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ യോബിൻ്റെ ജീവിതം നമ്മൾ ചിന്തിക്കണ്ടല്ലോ. യോബിനെ അങ്ങനെ തകർത്ത് കളയാമായിരുന്നു. പക്ഷേ യോബിനെ തകർത്തില്ല. ഈ യോബിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി, പിതാവി, നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, നിങ്ങളുടെ ദൈവശക്തി വെളിപ്പെടുത്തുവാൻ, നിങ്ങളുടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ, നിങ്ങളുടെ ദൈവകൃപ മറ്റുള്ളവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ലേലൂയ. നിങ്ങളിൽ കൂടെ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ചില പരിശോധന കടന്നു വരുമ്പോൾ അവിടെ നിങ്ങൾ പതറിപ്പോകരുത്. നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണം, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് സ്നേഹിത യേശു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ. സ്തോത്രം. ഏത് പ്രതിസന്ധി വന്നാലും ഹല്ലേലൂയ നമ്മൾ തളർന്നു പോകരുത്. നമുക്കറിയാം സ്തോത്രം, ഉന്നതമായ ജീവിതം നയിച്ചവരും വലിയ വലിയ സൗദങ്ങൾ താമസിച്ചവരും ഒക്കെ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ചെന്ന് കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ കിടക്കുമ്പോഴും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അവർക്ക് വലിയ സങ്കടങ്ങളുണ്ട്, വിലാപങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് പകലങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ അങ്ങനെ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ കിടന്നാലും അവിടെ നിങ്ങൾക്ക് വേദനയുടെ അനുഭവം, സങ്കടത്തിൻ്റെ അനുഭവം നിങ്ങളെ വിട്ടുമാറാതെ നിങ്ങൾ പിന്തുടർന്നാലും, നിങ്ങൾ തകർന്നു പോയെന്ന് വിശ്വസിക്കാതെ നിങ്ങൾ ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ നടുവിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തരും ദൈവം വിശ്വസ്തനാണ്. കാരണം നാം വിശ്വസിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച് മുഴുവനെ അടക്കി വാഴുന്ന സകലത്തിൻ്റെ ഉടയവനായിരിക്കുന്ന കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും അത്ഭുതം ചെയ്യുവാൻ കഴിയും.
മല്ലേറിയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് വചനം കേൾക്കുന്ന ഈ സ്നേഹിതരെ, ഈ പ്രളയം മുഖാന്തരം എല്ലാം നഷ്ടപ്പെട്ട് ജീവിത സങ്കടത്തിലാണോ, ദുഃഖത്തിലാണോ, കഷ്ടത്തിലൂടെയാണോ കടന്നു പോകുന്നത്, പരീക്ഷയിലൂടെയാണോ കടന്നു പോകുന്നത്, ജീവിതം മടുത്തു എന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി വേണ്ട എന്ന് തോന്നുന്നുണ്ടോ, അതിൻ്റെ ഭാരപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. ദൈവത്തിന് ഇനി നിങ്ങൾ വൻകാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ദൈവത്തിന് നിങ്ങൾ അത്ഭുതം ചെയ്യുവാനുണ്ട്. അല്ലെങ്കിൽ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ, നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ ഈ അനുഭവത്തെ മാറ്റുവാൻ, നിങ്ങളുടെ കഷ്ടതയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഉലകത്തിൽ ഒരു മനുഷ്യന് നിങ്ങളെ സഹായിക്കാൻ കരം നീട്ടില്ലെങ്കിലും യേശു നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗവാതിൽ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കണം, യേശുവിനെ വിശ്വസിക്കണം, കർത്താവിനെ വിശ്വസിക്കണം. കഷ്ടതയിൽ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പം ഇത് കഷ്ടതയിൽ എന്ത് ചെയ്യുന്നു? കഷ്ടതയിൽ നമ്മെ ദൈവഹിതം മനസ്സിലാക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ പ്രാർത്ഥന ഒരുക്കുക. അപ്പോൾ അടുത്തതാണ് നമ്മൾ കഷ്ടത എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ആത്മീയ മനുഷ്യനെ പുറത്തെടുക്കുന്നതാണ്. സ്തോത്രം. അല്ലെങ്കിൽ കഷ്ടത എന്നൊക്കെ പറയും ക്രിസ്തുവിനോട്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മീയ മനുഷ്യനെ പുറത്തെടുക്കുന്നതാണ് കഷ്ടത എന്ന് പറയുന്നത്. സ്തോത്രം. അത് നമുക്ക് സ്തോത്രം എഫേസ്യ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നു. 4-ാം അധ്യായം അതിൻ്റെ 21, 22, 23, 24 വാക്കുകൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളാനാണ് പറയുന്നത്. അല്ലെങ്കിൽ അപ്പം കഷ്ടത വരുന്നത് എന്താണ്? നമ്മളിലൂടെ ഒരു പുതിയ അനുഭവം, നമ്മളിലുള്ള ആത്മീയ മനുഷ്യനെ പുറത്തെടുക്കുകയാണ്. ഒരു കഷ്ടത ജഡത്തിൽ അനുഭവിക്കുന്നത്, കഷ്ടത ജഡത്തിൽ ജീവിക്കുമ്പോഴാണ്. ഈ ജഡത്തിൽ കഷ്ടത വരുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? നമ്മളിലുള്ള ആത്മീയ മനുഷ്യനെ പുറത്തെടുക്കുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയ സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കുവാൻ, ഞാൻ മുമ്പ് ആവർത്തിച്ച്, നിങ്ങളെ തകർക്കുവാനല്ല ഇതൊക്കെ വരുന്നത്, നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഉന്നതമായ ഒരു വിജയം നൽകുക, ഉന്നതമായ ഒരു അനുഭവം തരുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ മനുഷ്യനെ പുറത്തെടുക്കാൻ വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൽ നീ തളർന്നു പോകരുത്. ജീവിതത്തിൽ പതറിപ്പോകരുത്, കാലിടറിപ്പോകരുത്. ഹല്ലേലൂയ. മനസ്സുകൊണ്ട് വേദനിച്ചു പോകരുത്, ജീവിതം ഒടുക്കിക്കളയരുത്. എല്ലാവരും തടഞ്ഞല്ലോ, എല്ലാവരും ഇട്ടേച്ച് പോയല്ലോ, ഇനി ആര് സഹായിക്കും, ആരെന്നെ കൈത്താങ്ങൽ തരും, ആരെന്നെ സ്നേഹിക്കും എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന സ്നേഹിതരെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നത് നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നടുവിൽ നിന്നിലുള്ള ആത്മീയ മനുഷ്യനെ പുറത്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവസം ഏൽപ്പിച്ചു കൊടുക്കണം. പൗലോസിനെയൊക്കെ നമുക്കറിയാമല്ലോ. പൗലോസ് ലേഖനമൊക്കെ എഴുതുമ്പോൾ പൗലോസ് കടന്നുപോയ പാതകളൊക്കെ നമുക്കറിയാം. എല്ലാം നമുക്ക് പറയാൻ സമയമില്ല. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനൊക്കെ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയ വ്യക്തിയാണ്, എത്രമാത്രം പ്രതികൂലങ്ങൾ അനുഭവിച്ചു, അല്ലെങ്കിൽ എത്രമാത്രം പ്രതിസന്ധികൾ അനുഭവിച്ചു. അതിൻ്റെ നടുവിലൊക്കെ പതറിപ്പോകാതെ ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആത്മാവിൽ എഴുതി തന്നതിൻ്റെ കാരണം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിൽ കൂടി ഈ ദൈവത്തിനെ നമുക്ക് തന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്നെ നിങ്ങൾ ഇന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ജീവിതത്തിൽ കഷ്ടതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ പ്രസംഗിക്കുന്നത് ഞാനും കഷ്ടത ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്നയാളാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളും കഷ്ടതയിലൂടെ കടന്നു പോകുന്നയാളാണ്. എല്ലാവർക്കും കഷ്ടതയുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനെന്താണ് നമ്മളെന്തിനാണ് ഭാരപ്പെടുന്നത്? നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. നമ്മൾ വിശ്വസിക്കണം. ഞാനങ്ങനെ വിശ്വസിക്കും. എന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതയ്ക്ക് മാറ്റം തരുവാൻ, എന്നെ അത് വിടിവിക്കുവാൻ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തിലേക്ക് വരാൻ കഴിയും. അപ്പോൾ ഇത് കഷ്ടതയിലൂടെ നമ്മുടെ ഉള്ളിലെ ആത്മീയ മനുഷ്യനെ പുറത്തെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം വീണ്ടും നമുക്ക് വായിക്കുമ്പോൾ കാണാറുണ്ട്, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പലപ്പോഴും വലിയ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ പിറുപിറുക്കാറുണ്ട്. ഈ സദൃശവാക്യം 25-ാം അധ്യായം 4-ാം വാക്യമൊക്കെ വായിച്ച് അവിടെ കാണുന്നത് വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ നല്ലൊരു ഉരുപ്പിടി കിട്ടുമെന്നാണ്.
വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ നല്ലൊരു ഉരുപ്പിടി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഈ തീരെന്നുപോലെ നാം ചിലപ്പം കടന്നു പോകേണ്ടി വരും. സ്തോത്രം, ഹല്ലേലൂയ. രക്തം ചെയ്യാം, തീരെന്നുപോലെ നാം കടന്നു പോകേണ്ടി വരും. അതിൻ്റെ നടുവിലും ദൈവത്തിന് പ്രവൃത്തിയുണ്ടെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം, വെള്ളി ആയാലും പൊന്നായാലും നീ തങ്കമായാലും എന്തായാലും തട്ടാൻ്റെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് തീരിട്ട് പല പ്രാവശ്യം ഉരുക്കി അതിനകത്തെ കീടം മാറ്റിക്കളയുമ്പോഴാണ് തട്ടാൻ നല്ലൊരു ഉരുപ്പിടി കിട്ടുന്നത് എന്ന് പറഞ്ഞൊരു പ്രിയ സ്തോത്രം. ഈ ലോകത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന സ്തോത്രം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ നിങ്ങൾ വസിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മലിനതകളും കീടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ച് ജഡത്തിൽ പ്രവേശിച്ച് നാം ദൈവത്തിന് അകന്നു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമ്മെ തീയിലൂടെ എന്നപോലെ കടത്തിവിടുന്നത് എന്തിനാണ്? നല്ലൊരു ഉരുപ്പിടിയായി മാറാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു വ്യക്തിയായി മാറാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ദൈവവചനത്തിന് മാറ്റമില്ല, നമ്മൾ വിശ്വസിക്കണം. ദൈവവചനം യാഥാർത്ഥ്യമാണ് പ്രിയരെ. ദൈവവചനത്തിന് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ, മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെ സഹായിക്കുവാൻ, മനുഷ്യനെ നിങ്ങളെ കരുതുവാൻ, മനുഷ്യനെ നിങ്ങളെ സ്നേഹിക്കുവാൻ, മനുഷ്യനെ നിങ്ങളെ ഹെൽപ്പ് എല്ലാത്തിനും പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ പ്രവർത്തിക്കുന്ന യേശു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളും പരിമിതികൾ കൂടാതെ, കണക്ക് പറയാതെ സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പം എന്താണ് കഷ്ടത വരുന്നത്? എന്താണ്? നല്ലൊരു ഉരുപ്പിടിയായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ ഹല്ലേലൂയ തട്ടാൻ നല്ലൊരു ഉരുപ്പിടി കിട്ടും. ഹല്ലേലൂയ. അപ്പം തീയിലൂടെ എന്ന് പറഞ്ഞ ശോധന, തീയിലൂടെ എന്ന് പറഞ്ഞാൽ കടന്നു പോകേണ്ടി വരും. അതേക്കുറിച്ച് ഒരുപാട് ദൈവത്തിൽ എടുക്കാനുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്കൊന്നും പോകാൻ സമയമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവത്തിന് ശ്രമിക്കുക. ഇപ്പോൾ ഈ കഷ്ടത മറ്റൊന്ന്, കഷ്ടത എന്ന് പറയുന്നത് മറ്റൊന്ന് നിത്യതയെക്കുറിച്ച് നമുക്ക് ദർശനം തരുന്നതാണ്. കഷ്ടത എന്ന് പറഞ്ഞാൽ നിത്യതയെക്കുറിച്ച് ഒരു ദർശനം തരുന്നതാണ്. ഹല്ലേലൂയ. അതും നിത്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ദർശനം ആവശ്യമാണെങ്കിൽ ഹല്ലേലൂയ ചില കഷ്ടതയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണാം. പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയാക്കിയ സ്തേഫാനോസിനെയൊക്കെ പഠിച്ചാൽ മതി. ഹല്ലേലൂയ. സ്തേഫാനോസിനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ സ്തേഫാനോസ് എന്ത് ചെയ്തു? ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. നിത്യതയെക്കുറിച്ച് ദർശനം പ്രാപിക്കുക ചെയ്യുന്നത് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 7:40 വാക്യം വായിക്കുമ്പോൾ, സ്വർഗ്ഗം എനിക്ക് സിംഹാസനവും ഹല്ലേലൂയ ഭൂമി എൻ്റെ പാതോടാകുന്നു ആകുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പണിയുന്ന ആനയും ഏതുവിധം എന്നൊക്കെ അവിടെ പ്രസംഗിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ വളരെ ശക്തമായിട്ട് അവിടെ പ്രസംഗിച്ച് താഴോട്ട് സ്തേഫാനോസ് വരുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 7:54 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കം നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു എന്നുള്ളതാണ്. പാഞ്ഞു നല്ലൊരു സ്തോത്രം. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. ഹല്ലേലൂയ. നഗരത്തെ പുറത്താൻ കല്ലെറിഞ്ഞു. അതുപോലെ കഷ്ടത ജീവിതത്തിൽ കടന്നു വരുന്ന നിത്യതയെക്കുറിച്ച് ദർശനമാണ്. സ്തേഫാനോസിൻ്റെ ജീവിതം അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ പതറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഭാതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നതിൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ. അപ്പം ഞാൻ പെട്ടെന്ന് പോകട്ടെ. സ്തോത്രം. അപ്പം കഷ്ടതയിൽ നമുക്ക് ജീവിതം വരുന്നത് നിത്യതയെക്കുറിച്ച് ഒരു ദർശനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പഴയ നിയമത്തിൽ യോസേപ്പിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. യോസേപ്പിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു സ്വപ്നം കൊടുത്തു. ഹല്ലേലൂയ. സ്വപ്നം കെട്ടിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്വപ്നത്തെക്കുറിച്ച് ഒരു ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത്തരം സഹോദരന്മാരോട് പറഞ്ഞ മാതാപിതാക്കളോട് പറഞ്ഞ് അവര് യോസേപ്പിനെ വേണ്ടത്ര പരിഗണിച്ചില്ല. ഹല്ലേലൂയ. യോസേപ്പ് അതിൻ്റെ സഹോദരന്മാരെ കാണാൻ ഹല്ലേലൂയ ചെന്നപ്പോൾ എന്ത് ചെയ്തു? അവനെ എന്ത് ചെയ്തു? പിടിച്ച് പൊട്ടക്കുഴിയിട്ട് അവിടെ നിന്ന് ഇസ്മായിലിലേക്ക് വിറ്റും. അങ്ങനെ മിസ്രയീമിലെത്തി. അവിടെ ചെന്നിട്ട് സ്വസ്ഥതയുണ്ടോ? അല്ലെ പോത്തിക്കൊണ്ട ഭവനത്തിലും പ്രശ്നമാണ്. അവിടെ നിന്ന് കാരാഗ്രഹത്തിലെത്തി. കാരാഗ്രഹത്തിലും ഒരു പ്രശ്നമാണ്. പ്രിയരെ, അവിടെ ദൈവം എന്താണ് ചെയ്തത്? യോസേപ്പിന് കൊടുത്ത ദർശനത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്, സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞ പോലെ യോസേപ്പ് ചില കഠിനതയിലൂടെ കടന്നുപോയെങ്കിലും ചില കഷ്ടതയിലൂടെ കടന്നുപോയെങ്കിലും പിന്നത്തേത് മിസ്രയീമിൻ്റെ രണ്ടാമനാക്കി മാറ്റി കാണാൻ കഴിയും.
അപ്പോൾ അത് കഷ്ടമാണ്. എല്ലാ കഷ്ടതകളൊക്കെ പറയുന്നത് നമ്മെ തകർക്കാനല്ല, കഷ്ടത നമ്മെ പണിതെടുക്കുകയാണ്. ദൈവം സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് സ്തോത്രം. അതേപോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞ ഭാഗം എന്താണ്? സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു പറഞ്ഞത് 1 പത്രോസ് ലേഖനം 4-1 വാക്യം പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഹല്ലേലൂയ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചും ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതെന്നാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. അപ്പോൾ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് അതേപോലെ പിതാവായ ദൈവം, ഹല്ലേലൂയ, തൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച, ഹല്ലേലൂയ, മാനവകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്തിട്ട്, ഹല്ലേലൂയ, നമുക്കറിയാം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അനുഭവിച്ച കഷ്ടത, ഹല്ലേലൂയ, യേശുവിൻ്റെ പീഡാനുഭവം, യേശുവിൻ്റെ ഗെത്സമന തൊട്ട് ഗോൽഗോത്ത വരെ യേശു അനുഭവിച്ച ആ കഷ്ടതകൾ എന്തിനാണ്? നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ പാപത്തിന് വിടിവിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആ നിത്യമായി സ്വർഗ്ഗം തരാൻ വേണ്ടിയിട്ടാണ്, നമ്മെ ആ നിത്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ യേശു പോയ പാതയിലൂടെ നമുക്ക് പോകാൻ കഴിയണം. ഹല്ലേലൂയ. യേശു കർത്താവ് പോയ പാതയിലൂടെ നമുക്ക് പോകാൻ കഴിയട്ടെ. അത് എൻ്റെ വാക്കുകൾ നിർത്തി പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. യേശു പോയ പാതയിലൂടെ നമുക്ക് പോകാൻ കഴിയണം. ഹല്ലേലൂയ. പ്രിയ സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ എവിടെയാണ് ഈ കഷ്ടത ആരംഭിച്ചത്? ഹല്ലേലൂയ. ഈ കഷ്ടത ആരംഭിച്ചത് എവിടെയാണ്? അത് നമുക്ക് പഴയ നിയമത്തിൽ തന്നെ വരണം. ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് തന്നെ വരുമ്പോഴും മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. അല്ലെങ്കിൽ ഫലം പാലിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അല്ലെങ്കിൽ അത്തിയില കൂട്ടിത്തിന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. അല്ലെങ്കിൽ മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളിടയിൽ ഒളിച്ചു. അല്ലേ? അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ് പറഞ്ഞത്. അത് ഒരു പഴം ഒരു വൃക്ഷഫലം കണ്ട് മോഹിച്ചതാണ് ഹൗവയുടെ ജീവിതത്തിൽ പാപം വന്നത്. സ്തോത്രം. ആ ഫലം കൊണ്ട് തൻ്റെ ഭർത്താവിനും കൂടി രണ്ടുപേരും ദൈവകൽപ്പന ലംഘിച്ചു. ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചു. അന്നുണ്ടായ പാപം, ആദമിലും ഹൗവയിലും സംഭവിച്ച പാപം ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ പാപം പിന്നെ അത് കഷ്ടതയിലൂടെ കടന്നു വരികയാണ്. അതേപോലെ ആദാമും ഹൗവയിലും സംഭവിച്ച പാപത്തിൻ്റെ ആ അനുഭവം നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം നാം കഷ്ടത അനുഭവിക്കും. അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു പഴം ആദമിനെ ഹൗവയും ദൈവത്തിന് അകറ്റിക്കളഞ്ഞ്. സ്തോത്രം. അതേ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മളെ ദൈവത്തിന് അകറ്റിക്കളയുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവിടെ നിങ്ങൾ ജയം പ്രാപിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, കഷ്ടത എന്ന് പറയുന്നത്, സ്തോത്രം, കഷ്ടത കഷ്ടതയിലൂടെ നാം കടന്നു പോകും. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ഒരു വിജയത്തിലേക്ക് ദൈവം എത്തിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ ശക്തി വെടിപ്പാക്കി എടുക്കുകയാണ് അധിക ഫലം കായ്ക്കാൻ വേണ്ടി. മൂന്നാമതായിട്ട് കഷ്ടത വരുന്നതാണ് ദൈവഹിതം തിരിച്ചറിയുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ പ്രാർത്ഥനയിൽ നമ്മെ ഒരുക്കിയെടുക്കുകയാണ്. നാലാമതായിട്ട് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നമ്മൾ ആത്മീക മനുഷ്യനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അഞ്ചാമതായിട്ട് സ്തോത്രം, നമുക്ക് കഷ്ടത വരുന്നത് എന്താണ്? വെള്ളിയിൽ നിന്ന് കീടം നീക്കി കളഞ്ഞാൽ തട്ടാൻ എന്നാലും ഉരുപ്പിടിക്കണം തീരെന്ന പോലെ നമ്മളെ ശോധന കഴിച്ചെടുക്കുകയാണ്. സ്തോത്രം. പിന്നെ ആറാമത്തെ കാര്യം, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുന്നത് സ്തേഫാനോസിനെ പോലെ നിത്യതയെക്കുറിച്ച് ദർശനം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ. പിന്നെ യോസേപ്പിൻ്റെ കഷ്ടതയെക്കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. യേശുക്രിസ്തു പോയ പാതയെക്കുറിച്ച് നമുക്കറിയാം. അത് ഇന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയ, നമുക്ക് ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാം. നാം വായിച്ച ദൈവത്തിൻ്റെ വചനം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് യേശു കർത്താവ് പോയ പാതയിലൂടെ കടന്നു പോകാം. യേശുവിനെ നമുക്ക് അമ്മയെ മാതൃകയാക്കാം. ജീവിതത്തിൻ്റെ കഷ്ടതയുടെ നടുവിലെ, പ്രതിസന്ധിയുടെ നടുവിലെ തകരണ്ട. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. യോബിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ, ഹല്ലേലൂയ, പൗലോസിനെ ദൈവം നടത്തിയതുപോലെ
അപ്പോസ്തലന്മാരെ ദൈവം നടത്തിയതുപോലെ നമ്മുടെ ആദ്യമസഭയുടെ ഹല്ലേലൂയ നമ്മുടെ പിതാക്കന്മാരെയൊക്കെ നടത്തിയതുപോലെ സ്തോത്രം നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചില ദിവസങ്ങളെ പ്രളയം കേരളത്തിലെ തെക്കൻ ജില്ലകളും വടക്കൻ ജില്ലകളും ഒക്കെ അതിശക്തമായി വ്യാപിച്ച് പലരുടെ ജീവിതം തന്നെ കഷ്ടതയിലാണ്. പലരും ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. വീട് നഷ്ടപ്പെട്ട്, കൃഷി നഷ്ടപ്പെട്ട്, ആടുപാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ട്, ഉടുതുണി ഒഴിച്ച് ബാക്കി സകലം നഷ്ടപ്പെട്ട്, എല്ലാ രേഖകളും നഷ്ടപ്പെട്ട്, ഉണ്ടാക്കി വെച്ചതെല്ലാം നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ വീടുകളെല്ലാം ഇടിഞ്ഞ്, ഹല്ലേലൂയ തിരിച്ച് മടങ്ങി ചെല്ലുവാൻ ഇടമില്ലാതെ കണ്ണതിലൂടെ കടന്നു പോകുന്ന ഇവിടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പ്രിയരെ സ്തോത്രം. ഹല്ലേലൂയ ദൈവം ഒരു വിടുതലയ്ക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി, നമ്മുടെ കേരളത്തിൻ്റെ പാപം ക്ഷമിക്കുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ കേരളം, നമ്മുടെ തമിഴ്നാടൊക്കെ അനുഭവിക്കുന്ന എന്താണ്, എന്തെല്ലാം കഷ്ടതയാണ് പ്രിയരെ. അത് ദൈവം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കാണുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാപം പെരുകി ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുമ്പോൾ നാം ദൈവത്തിലേക്ക് കടന്നുവരാൻ കഴിയട്ടെ. ഇതിൻ്റെ നടുവിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ എല്ലാ കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ നല്ല സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ലോകത്ത് നിന്ന് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ട് ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞ കർത്താവ്, ചില നാളുകളായും ജലപ്രളയം ഞങ്ങളുടെ കേരളത്തെ വല്ലാത്ത ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്ന കഴിച്ച് ചില ദിവസങ്ങളാണ്. ഞങ്ങളുടെ തെക്കൻ ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കർത്താവ് വലിയ പ്രതിസന്ധികൾ, വലിയ നഷ്ടങ്ങൾ, നാശനഷ്ടങ്ങൾ, അനവധി ആടുകളുടെ വീടുകൾ നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ സമ്പത്തുകൾ നഷ്ടപ്പെട്ട്, കടകളെല്ലാം കർത്താവ് വെള്ളം കയറി, സാധനങ്ങൾ നഷ്ടപ്പെട്ട്, കോടികൾ നഷ്ടം അനുഭവിക്കുന്ന അനവധി ആളുകൾ കണ്ണുനീരിൻ്റെ നടുവിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവരുടെ ദൈവം കരുണ കാണിക്കാൻ ദയ തോന്നണമേ. അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റി ദൈവം അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി കൊടുക്കാൻ അങ്ങ് വിശ്വസ്തനായ ദൈവമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് 3 ജില്ലകളിലെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തിയാണ്. കർത്താവ് കുട്ടനാടൻ ജില്ലയായിരിക്കുന്ന പടിഞ്ഞാറൻ മേഖല ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥന. 4 സ്ഥലം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആലപ്പുഴ ജില്ലയുടെ മേൽ ദൈവത്തിൻ്റെ കരം നീട്ടുവാട്ടിയാകണമേ. ജനമനുഭവിക്കുന്ന കഷ്ടതകളിൽ കർത്താവ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ആലപ്പുഴയിലൂടെ ദൈവം കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ ദുരന്തങ്ങൾ, പ്രതിസന്ധികൾ കോട്ടയം ജില്ല നേരിടുമ്പോൾ ആ ജില്ലയുടെ മേൽ ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ജനത്തിൻ്റെ ദുരിതങ്ങളെല്ലാം നീങ്ങി ജനം ഈ ദിവസങ്ങളിൽ സന്തോഷത്തിലേക്ക് മടങ്ങി വരുന്ന അവസരങ്ങളാക്കി മാറ്റുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മലയോരമേ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടുക്കി ജില്ലയിൽ കർത്താവ് ദുരന്തങ്ങൾ വർദ്ധിക്കുമ്പോൾ മലയിടിച്ചിൽ, ഉൾപ്പൊട്ടലുകൾ, നാശനഷ്ടങ്ങൾ വിതച്ച് കർത്താവ് അവിടെ പ്രതിസന്ധികൾ കടന്നിരുമ്പോൾ ഇടുക്കി ജില്ലയോട് ദൈവം കരുണ കാണിക്കണമേ പ്രാർത്ഥിക്കുന്നു. മധ്യമേഖല എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തി താഴ്ന്ന പ്രദേശം എപ്പോഴും വെള്ളം കയറുന്ന ആ പ്രദേശത്തിനൊക്കെ ദൈവം എറണാകുളം ജില്ല ദൈവത്തിൻ്റെ നീതി വെളി ജനത്തെ ദൈവം ആശ്വസിപ്പിക്കുവാൻ ജനങ്ങളോട് ദൈവം കരുണ കാണിക്കണമേ പ്രാർത്ഥിക്കുന്നു. കളമശ്ശേരി അടക്കം വലിയ ദുരന്തങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കാണുവാണ്ടായി, മരണങ്ങൾ കാണുവാണ്ടായി, എൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ അവരുടെ ആശ്രിതർക്ക് സമാധാനം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സാംസ്കാരിക ജില്ലയായിരിക്കുന്ന യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജില്ലയുടെ പല ഭാഗങ്ങളും പ്രതിസന്ധികളും ദുരന്തങ്ങളും വർദ്ധിക്കുമ്പോൾ കർത്താവ് ഈ ജില്ല ദൈവം സൂക്ഷിക്കും, പരിപാലിക്കും ചെയ്യണമേ. കർത്താവ് നടക്കാമേ. ഇത് കേരളത്തിന് എല്ലാവരെയും നിറയെ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ പാലക്കാടിലുമേ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ ജലത്തെ വിടിവിക്കാനായി മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മലപ്പുറം ജില്ലയ്ക്ക് പലപ്പോഴും പ്രതിസന്ധികളും പ്രശ്നവും മലയിടിച്ചുകളും ഒക്കെ ഉൾപ്പെട്ടലുകൾ സംഭവിക്കുന്ന മലപ്പുറം ജില്ല ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം മഴയിൽ വീടുകൾ നഷ്ടപ്പെട്ടു. പലരും കർത്താവ് വളരെ നിരാശരായിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കാൻ. വയനാട് ജില്ലയ്ക്ക് വേണ്ടി വയനാട് ജില്ല ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണമേ. കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതം കടന്നു വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് കാസർഗോഡ് കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കണ്ണൂരിൻ്റെ കണ്ണുനീരിനെ നീക്കി, ഹല്ലേലൂയ അവിടുത്തെ ജനത്തിന് ആശ്വാസം, സമാധാനം കൊടുക്കുക, സ്വസ്ഥതയുള്ള ജീവിതം കൊടുക്കുവാൻ കണ്ണൂരിൽ ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുത്തും. മനുഷ്യൻ സമാധാനത്തിലേക്ക് വരുവാൻ, മനുഷ്യൻ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങുക, കണ്ണൂരിൻ്റെ ദൈവം അവിടുത്തെ കരങ്ങൾ, കണ്ണൂരിൻ്റെ ശാപങ്ങൾ മാറിപ്പോകുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാസർഗോഡ് ജില്ല ദൈവം അനുഗ്രഹിക്കണമേ. ജനത്തിൻ്റെ കഷ്ടങ്ങൾ മാറണം കർത്താവ്, ജനത്തിൻ്റെ പ്രതിസന്ധികൾ മാറി. 14 ജില്ലകൾക്കകത്തും ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ കഴിഞ്ഞ ദിവസം പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങൾ തമിഴ്നാട്ടിൽ സംഭവിച്ചു. പലരും വീട് നഷ്ടപ്പെട്ട്, കൃഷി നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടവരായി ജീവിതത്തിലൊന്നുമില്ലാതെ നിരാശയുടെ നടുവിൽക്കൂടെ കടന്നു പോകുന്ന തമിഴ്നാട്ടിൽ വീഴും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാണ്ടയാകണമേ. അല്ലെങ്കിൽ ഡാമുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. വെള്ളം പല ഡാമുകളും വെള്ളം തുറന്നു വിടുന്നു. നദിക്കരയിലും പുഴയരിയിലും തോടുകൾ, ആറുകളിലേക്ക് തീരങ്ങളിൽ വസിക്കുന്നവർ അല്ലെങ്കിൽ ദൈവം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിൽ നിന്ന്
139 ഡാമുകളിൽ ദൈവമേ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഴയ്ക്കൊരു ശമനത്തിന് പ്രകൃതിയോട് ദൈവം കനിവ് തോന്നണമേ. ജലത്തെ ദൈവമേ വിടിവിക്കണം. ജലത്തിൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. കേരളത്തിൽ സമാധാനത്തിനായി ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ 138 കോടിയിലധികം വരുന്ന ജലത്തിൻ്റെ വിടുതലിന് തലമുറയുടെ വിടുതലായി പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലെ 3.5 കോടി ജനം തലമുറ എണ്ണത്തിൽ പെടാത്ത വലിയസ്ഥാനത്തുള്ള സകല രീതിയിൽ സൂക്ഷിക്കണം. ലോകരാജ്യങ്ങൾ ഒരിക്കൽ ഓർത്ത് പ്രാർത്ഥിക്കും. സകല രീതികളിൽ സകല ഭരണാധിപന്മാരെ നിങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് സകല മഹത്വം എടുക്കണം. ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.